ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് റെഡ്മി നോട്ട് 15 പ്രോ സീരീസിലെ രണ്ടാമത്തെ ഡിവൈസാണ് റെഡ്മി നോട്ട് 15 പ്രോ. അപ്പോൾ റെഡ്മി നോട്ട് 15 പ്രോ, റെഡ്മി നോട്ട് 15 പ്രോ പ്ലസ് 5G ഈ രണ്ട് ഡിവൈസാണ് ഷോമി അനൗൺസ് ചെയ്തത്. അപ്പോൾ ഇതിൽ റെഡ്മി നോട്ട് 15 പ്രോ, അതായത് കുറച്ചുകൂടെ താഴത്തെ പ്രൈസ് സെഗ്മെന്റിലുള്ള ഡിവൈസാണിത്. ഇതിൻ്റെ വില അറൗണ്ട് 20,000 to 30,000 റുപ്പീസ് പ്രൈസ് സെഗ്മെന്റിലാണ്. ഞാൻ വില വിശദമായി പറയാം. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വിക്ക് അൺബോക്സിങ്ങും ഫസ്റ്റ് ഇംപ്രഷനും എല്ലാം തന്നെ നമ്മൾ വിശദമായി പറയുന്നതാണ്. ക്യാമറ സാമ്പിൾസും എല്ലാം തന്നെ വിശദമായി പറയുന്നതാണ്. അപ്പോൾ എപ്പോഴത്തെ പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് തരാൻ സാധിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സിങ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് വരാം. അപ്പോൾ ഇതാണ് റെഡ്മി നോട്ട് 15 പ്രോന്റെ ബോക്സ് പാക്കേജ്. പ്രോ പ്ലസിനെ പോലെ തന്നെയാണ് ബോക്സ് പാക്കേജ് വന്നിരിക്കുന്നത്. 3rd ജനറേഷൻ 200 മെഗാപിക്സൽ AI ക്യാമറ സെറ്റപ്പ് വെരി സിമിലർ ആണ്. 200+8 തന്നെയാണ് വരുന്നത്. പക്ഷേ സെൽഫി ക്യാമറയിൽ മാറ്റമുണ്ട്. മാസീവ് 6580 mAh ബാറ്ററി, EV ഗ്രേഡ് സിലിക്കൺ കാർബൺ ബാറ്ററി. അതായത് ബാറ്ററി കപ്പാസിറ്റിയും ഏതാണ്ട് സിമിലർ ആണ്. 6500 ആയിരുന്നു, അവിടെ ഒരു 80 mAh അഡീഷണൽ ഉണ്ട്. റെഡ്മി ബൈ ഷോമി എന്ന് എഴുതിയാണ്. 3rd ജനറേഷൻ AI ക്യാമറ. OIS പ്ലസ് EIS ഉണ്ട് വീഡിയോ റെക്കോർഡിങ്ങിൽ. 120Hz AMOLED ഡിസ്പ്ലേ, HDR10+ സപ്പോർട്ട് ഉണ്ട്. അതേപോലെ തന്നെ ബാറ്ററിൻ്റെ ഡീറ്റെയിൽസ് ചെയ്ത് 45 വാട്ട് ചാർജിങ്. Dimensity 7400 അൾട്രാ ചീപ്പാണ്. റീഇൻഫോഴ്സ് ബിൽഡാണ്. കൂളിംഗ് കൂലർ ഗ്ലാസ്, വിക്ടസ് 2, ഫ്ലാഗ്ഷിപ്പ് IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ പ്രൊട്ടക്ഷൻ. അതേപോലെ ഡോൾബി അറ്റ്മോസ്, ഡോൾബി വിഷൻ, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ, ഹൈ റെസ് ഓഡിയോ സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. നമ്മുടെ ഉള്ളത് 8256GB വേരിയൻ്റ് ആണ്. സിൽവർ ആഷ് എന്ന് പറഞ്ഞ കളറാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ബോക്സ് തുറക്കാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ റെഡ്മീൻ്റെ ബോക്സ് ആണ് മുകളിൽ കാണുന്നത് നമുക്ക്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് കേസാണ്, ഒരു സിം ഇജക്ടർ പിന്നും, അതേപോലെ തന്നെ നമുക്കിവിടെ സ്റ്റാൻഡേർഡ് ഡീറ്റെയിൽസ് കാണാം, വാറണ്ടി ഇൻഫർമേഷൻ, പിന്നെ ഒരു സ്റ്റാൻഡേർഡ് TPU കേസാണ്. ഇപ്പോൾ എല്ലാ ബ്രാൻഡ്സും ഈ ബ്ലാക്ക് കളർ TPU കേസാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ അത് തന്നെ കിട്ടുന്നത് നമുക്ക്. ഇനി ഇതൊന്ന് എടുക്കാം. പിന്നെ വരുന്നത് ഒരു 45 വാട്ടിൻ്റെ അഡാപ്റ്ററാണ്. ഇതിൽ 120 വാട്ടില്ല, 45 വാട്ടേ ഉള്ളൂ. അതേപോലെ തന്നെ ഒരു USB Type-C ചാർജിങ് കേബിളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡിവൈസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ റെഡ്മി നോട്ട് 15 പ്രോ 5G. അപ്പോൾ നമുക്ക് സിൽവർ ആഷ് എന്ന് പറഞ്ഞ കളറാണ്. ഇതിൻ്റെ സിൽവർ കളറാണ്. റെഡ്മിൻ്റെ ബ്രാൻഡിങ് കാണാം. ക്യാമറ മോഡിലൊക്കെ ഏറെക്കുറെ സിമിലർ തന്നെയാണ്. റെഡ്മി നോട്ട് 15 പ്രോ പ്ലസിൻ്റെ കാര്യം പറയുന്നത് ആണെങ്കിൽ 200 മെഗാപിക്സൽ പ്ലേ 8 മെഗാപിക്സൽ. ഇവിടെ നമുക്ക് 20 മെഗാപിക്സലേ ഉള്ളൂ. നമുക്ക് സെൽഫി ക്യാമറയിൽ മാറ്റേണ്ടത് 20 മെഗാപിക്സലേ ഉള്ളൂ. പിന്നെ സൈഡിൽ നോക്കുകയാണെങ്കിൽ പവർ ആൻഡ് വോളിയം കീസാണ്. മുകൾ ഭാഗത്ത് ഓപ്പണിങ്സ് സ്ലോട്ട്സ് ഇല്ല. സ്പീക്കറാണ്. IR ബ്ലാസ്റ്റർ ഉണ്ട്. ഇവിടെ ഓപ്പണിങ്സ് സ്ലോട്ട്സ് ഒന്നും തന്നെ ഇല്ല. താഴത്ത് നമുക്ക് USB Type-C പോർട്ടും അതേപോലെ തന്നെ സിം ട്രേയും സ്പീക്കർ യൂണിറ്റും കാണാം. അപ്പോൾ ഇതാണ് ഇൻഹാൻഡ് എക്സ്പീരിയൻസ്. നല്ലതാണ്. IP68 റേറ്റിംഗ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാട്ടർ റെസിസ്റ്റൻസ് ഇൻക്ലൂഡഡ് ആണ്. ഡസ്റ്റ് ആൻഡ് വാട്ടർ പ്രൊട്ടക്ഷൻ ഉണ്ട്. അതേപോലെ വളരെ റീഇൻഫോഴ്സ് ബിൽഡാണ്. കൂളിംഗ് കൂലർ ഗ്ലാസ്, വിക്ടസ് 2 സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നല്ലൊരു എന്താ പറയുക ബിൽഡ് വളരെ സ്ട്രോങ് ആണെന്ന് പറയാം. നല്ലൊരു ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് പ്ലാസ്റ്റിക് ഫ്രെയിമാണ് കേട്ടോ, മെറ്റൽ അല്ല, പ്ലാസ്റ്റിക് ഫ്രെയിമാണ്. എന്നാലും നല്ലൊരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. റെഡ്മിൻ്റെ ബ്രാൻഡിങ് ആണ്. ഇനി ഇതിൻ്റെ തിക്നെസ് പറയുന്നത് 7.96 mm ആണ് തിക്നെസ് വരുന്നത്. അറൌണ്ട് 210 grams ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അപ്പോൾ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി നല്ലതാണ്. IP റേറ്റിംഗ് വളരെ ടോപ്പ് IP റേറ്റിംഗ് ആണ്. IP69 IP68 ഒക്കെ തന്നെ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ റീഇൻഫോഴ്സ് ബിൽഡുമാണ്. അപ്പോൾ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി അടിപൊളിയാണ്. ഇനി ഡിസ്പ്ലേയിൽ വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. റെഡ്മി നോട്ട് 15 പ്രോ പ്ലസ് 5Gയിൽ ക്വാഡ് കർവ്ഡ് ആയിരുന്നു. ഇവിടെ നമുക്ക് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. 6.83 ഇഞ്ചസ് ഡിസ്പ്ലേ ആണ്. ലാർജ് ഡിസ്പ്ലേ ആണ്. അതിനൊപ്പം തന്നെ AMOLED ഡിസ്പ്ലേ ആണ്. 1.5K റെസൊല്യൂഷനാണ്. 120Hz റിഫ്രഷ് റേറ്റും അതേപോലെ 480Hz ഇൻസ്റ്റന്റീനിയസ് ടച്ച് സാമ്പിളിംഗ് റേറ്റും. 3200 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ആണ്. 1800 ഹൈ ബ്രൈറ്റ്നസ് മോഡാണ്. 12-bit ഡിസ്പ്ലേ ആണ്. DCI P3 വൈഡ് കളർ ഗ്യാമറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 47 പിക്സൽസ് പെർ ഇഞ്ച് ആണ്. കൂളിംഗ് കൂലർ ഗ്ലാസ്, വിക്ടസ് 2 സപ്പോർട്ട് നമുക്കുണ്ട്. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഡ്യൂറബിലിറ്റി ആസ്പെക്റ്റും ഇതിനകത്തുണ്ട്. സൺലൈറ്റ് ഡിസ്പ്ലേ, HDR10+, ഡോൾബി വിഷൻ സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഓവറോൾ നല്ലൊരു ടച്ച് റെസ്പോൺസാണ്, നല്ല കളേഴ്സാണ്, സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേൻ്റെ കാര്യത്തിൽ കോംപ്രമൈസസ് ഒന്നും ഇല്ല എന്ന് പറയുന്നത്. നല്ല ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഡിസ്പ്ലേ ആണ്. മൂവീസൊക്കെ വാച്ച് ചെയ്യാനൊക്കെ വളരെ നല്ല ഒരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ് ഇത് ഓഫർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേയുടെ കാര്യം പറയുന്നത്. ഇനി നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോകാം. സോഫ്റ്റ്വെയർ വരുമ്പോഴാണ് ചെറിയൊരു ഡിസപ്പോയിൻറ്റിംഗ് ആസ്പെക്ട് പറയാവുന്നത്. HyperOS 2.0 ആയിരുന്നു. HyperOS 3.0 വേണ്ടതായിരുന്നു. അതേപോലെ തന്നെ Android 15 വരുന്നുള്ളൂ. Android 16 ഇല്ല. അതും ഒരു പോരായ്മയായിട്ട് പറയാവുന്നതാണ്. ഡീറ്റെയിൽ സ്പെക്സ് പോയി കഴിഞ്ഞാൽ കാണാം. 8GB ഓഫ് റാം ആണ് വരുന്നത്. 8 128ഉം 8 256ഉം ആണ് വരുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്ന ഇവിടെ ഡീറ്റെയിൽസ് കാണാം. Android 15 ആണ് അവിടുത്തെ ബോക്സ് വരുന്നത്. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ HyperOS നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് തന്നെയാണ് തരുന്നത്. എന്നാലും നമുക്ക്
iPro 3.0 ആൻഡ്രോയിഡ് 16 തന്നിരുന്നു, കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു. 4+6 years ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ആണ് വരുന്നത്. നമുക്കിവിടെ ആപ്പ് നോട്ടിഫിക്കേഷനും അതേപോലെ ക്വിക്ക് ടോഗിൾസ് ഒക്കെ തന്നെ വളരെ നല്ലതാണ്. പിന്നെ ഒരുപാട് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ബ്ലോട്ട് വേസ് ഒരുപാടുണ്ട്. പക്ഷേ എല്ലാ ബ്ലോട്ട് വേസും നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഫസ്റ്റ് ഡിവൈസ് കിട്ടുമ്പോൾ തന്നെ ഇതൊക്കെ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. ഒരുപാട് ബ്ലോട്ട് വേസ് ഉണ്ട്, അതിപ്പോൾ എല്ലാ ഫോണിലും വരുന്നുണ്ട്. അതിപ്പോൾ ഒരു ട്രെൻഡാണ്, കാരണം അതിൽ കോസ്റ്റ് കട്ടിങ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു. അപ്പോൾ എല്ലാ ഗെയിംസും നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. അപ്പോൾ 4+6 ആണെങ്കിലും അതിൽ ഒരെണ്ണം ആൻഡ്രോയിഡ് 16 പോകും. അപ്പോൾ ഇൻഎഫക്റ്റീവ്ലി 3+6 ആണ്. അത് കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും ആൻഡ്രോയിഡ് 16 കൂടെ കൊടുത്തിരുന്നെങ്കിൽ ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയതിനെ സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ അൺബോക്സിങ് ചെയ്തു, ഡിസൈനെ കുറിച്ച് പറഞ്ഞു, നല്ല സ്റ്റൈലിഷ് ലുക്കിംഗ് ആണ്. അതേപോലെ ഡ്യൂറബിലിറ്റിക്കും വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു ഡിവൈസാണ്. ഇനി നെക്സ്റ്റ് സോഫ്റ്റ്വെയർ പറഞ്ഞു ആൻഡ്രോയിഡ് 15 ഉള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പോരായ്മ. അടുത്ത ഇനി പെർഫോമൻസിലേക്ക് വരാം. പെർഫോമൻസ് പറഞ്ഞാൽ ഡിമെൻസിറ്റി 7400 അൾട്രാ ചിപ്പാണ് വരുന്നത്. എഗെയിൻ ഇതൊരു മിഡ് റേഞ്ച് ചിപ്പാണ്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ അത്രയ്ക്ക് ഒരു പവർഫുൾ ചിപ്പാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഡെഫിനറ്റ്ലി അല്ല എന്ന് തന്നെ പറയും. അതിനൊപ്പം തന്നെ വേറൊരു ഡിസപ്പോയിന്റിംഗ് ആസ്പെക്ട് എന്താ വെച്ചാൽ UFS 2.2 സ്റ്റോറേജ് ഉള്ളൂ, LPDDR 4X RAM ആണ്. ഇത് ഡെഫിനറ്റ്ലി 3.1 മിനിമം വേണ്ടതാണ്. ഞാൻ എല്ലാ ഡിവൈസിലും പറയുന്നതാണ്, UFS 2.2 ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഒരിക്കലും ആക്സെപ്റ്റബിൾ ആയ ഒരു കാര്യമല്ല. അതേപോലെ തന്നെ ഡിമെൻസിറ്റി 7400 അൾട്രാ അത്രയ്ക്ക് ഒരു പവർഫുൾ അല്ല, എന്നാലും ഏറെക്കുറെ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ കാര്യങ്ങളൊക്കെ ചെയ്യും. അതായത് പെർഫോമൻസിന്റെ കാര്യത്തിൽ ലാഗോ ഇഷ്യൂസ് ഒന്നുമില്ല. എന്നാലും ഒരു ഗെയിമിംഗ് സെൻട്രിക് ഡിവൈസ് ആയിട്ട് നമുക്ക് ഇതിനെ കരുതാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് ഒരു പവർഫുൾ ചിപ്പ് അല്ല. എന്നാൽ ഡേ ടു ഡേ ടാസ്ക് ഒക്കെ വളരെ സ്മൂത്ത് ആണ്. ലാഗോ ഇഷ്യൂസ് അങ്ങനത്തെ ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്യില്ല. അതൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നി. എന്നാൽ ഈ പെർഫോമൻസിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഇതൊരു ഒരു ആവറേജ് ടു എബോ ആവറേജ് എക്സ്പീരിയൻസ് മാത്രമേ തരുന്നുള്ളൂ. അത്രയ്ക്ക് ഒരു ഗെയിമിംഗ് സെൻട്രിക് ഡിവൈസ് അല്ല എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. പിന്നെ ഇതിനകത്ത് നമുക്ക് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്, അതിലൊന്നും കുഴപ്പമില്ല. അതേപോലെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ഉണ്ട്, നമുക്ക് ഫേസ് അൺലോക്ക്, അതൊക്കെ കുഴപ്പമില്ല. എല്ലാ 5G ബാൻഡ്സും സപ്പോർട്ടഡ് ആണ്. അപ്പോൾ അതിലൊന്നും തന്നെ പരാതികളൊന്നും തന്നെ പറയാനില്ല. ഇനി അടുത്തത് ഇതിൻ്റെ ക്യാമറാസ്. ഇവിടെ നമ്മൾ റെഡ്മി നോട്ട് 15 Pro പ്ലസിലെ പോലെ തന്നെ പ്രോലിംഗ് ക്യാമറ വരുന്നത് 200 MP HP സെൻസറാണ്. അതേപോലെ തന്നെ നമുക്കൊരു 8 MP അൾട്രാ വൈഡും നമുക്കൊരു 20 MP സെൽഫി ക്യാമറയാണ്. പ്രോ പ്ലസിൽ 32 MP ആയിരുന്നു, ഇവിടെ 20 MP ഉള്ളൂ എന്നുള്ളതാണ് ആ ഒരു ഡിഫറൻസ് ഉണ്ട്. എന്നാൽ റിയർ ക്യാമറ സെറ്റപ്പ് സെയിം ആണ്. ഇവിടെ വ്യത്യാസം വരുന്നത് എവിടെ വെച്ചാൽ പ്രോസസ്സറിൻ്റെ ISP, അതായത് ഇമേജ് പ്രോസസ്സറാണ് ഇതിനകത്ത് വ്യത്യാസം വരുന്നത്. ഡിമെൻസിറ്റി 7400 അൾട്രയുടെ ISP ആയിരിക്കില്ല നമുക്ക് സ്നാപ്ഡ്രാഗൺ 7S Gen 4 വരുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് വരുന്നുള്ളൂ. ബാക്കി റിയർ ക്യാമറ സെറ്റപ്പ് സെയിം ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. ഇതെല്ലാം റെഡ്മി നോട്ട് 15 Pro എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. അപ്പോൾ ക്യാമറ സാമ്പിൾസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസ്റ്റ് ചെയ്യുക. എനിക്കൊന്ന് നല്ല ഡൈനാമിക് റേഞ്ച്, നല്ല ഡീറ്റെയിൽസ് ഒക്കെ 200 MP ഓഫർ ചെയ്തിട്ടുണ്ട്. അതേപോലെ ക്ലാരിറ്റിയും ഷാർപ്നെസ്സും എല്ലാം തന്നെ നല്ലതാണ്. എന്നാൽ സൂം ടെലിഫോട്ടോ ലെൻസ് ഒന്നും ഇല്ല. പക്ഷേ നമുക്ക് സൂം ചെയ്യാം. 200 MP ആയതുകൊണ്ട് 2X-ഉം 4X-ഉം ഒക്കെ ആയിട്ട് സൂം ചെയ്യാം നമുക്ക്, കാരണം ഇൻ സെൻസർ സൂമാണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലോ ലൈറ്റ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. പോർട്രേറ്റ്സ് ആണെങ്കിലൊക്കെ തന്നെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. 200 MP നല്ലൊരു പെർഫോമൻസ് ആണ്. പിന്നെ സെൽഫി ക്യാമറ 20 MP കുഴപ്പമില്ല. സെൽഫി ക്യാമറേൻ്റെ ഷോർട്സ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഓവറോൾ എനിക്കൊന്ന് ക്യാമറ കുഴപ്പമില്ലാത്ത ഒരു ക്യാമറ സെറ്റപ്പാണ് ഇതിനകത്ത് വരുന്നത്. ഇനി അടുത്തത് ഇതിൻ്റെ ബാറ്ററി പറയുമ്പോൾ 6580 mAh ബാറ്ററിയാണ് വരുന്നത്. 45 watt ചാർജിങ്ങേ ഉള്ളൂ എന്നുള്ളതാണ് മറ്റൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു ഡിവൈസിൻ്റെ പ്രൈസിങ് അറൗണ്ട് 30,000 rupees അടുത്ത് വരുന്നുണ്ട്. ആ ഒരു സെഗ്മെന്റിൽ 45 watt എന്ന് പറഞ്ഞാൽ പ്രോബ്ലി എനിക്ക് തോന്നുന്നു കുറച്ച് എന്താ പറയുക സ്ലോ സ്പീഡിനെയാന്ന് പറയാം. അറ്റ്ലീസ്റ്റ് ഒരു 67 അല്ലെങ്കിൽ 90 watt കൊടുക്കേണ്ടതായിരുന്നു. കാരണം നമ്മുടെ പ്രോ പ്ലസിൽ 120 watt ഉണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് നേരെ പകുതിയിൽ താഴെയാണ് ചാർജിങ് സ്പീഡ് വരുന്നത്. 6580 mAh ബാറ്ററി ഡെഫിനറ്റ്ലി നല്ലതാണ്, അത് കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. നല്ല ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ബാറ്ററിൻ്റെ ഡെഫിനറ്റ്ലി മോർ ദാൻ എ ഡേ ഈസിലി ഒരു 1.5 days ഒക്കെ നമുക്ക് ഈസിലി കിട്ടും. അതിൽ പരാതികളൊന്നും തന്നെ പറയാനില്ല. അപ്പോൾ ഇതായിരുന്നു റെഡ്മി നോട്ട് 15 പ്രോൻ്റെ ഒരു ക്വിക്ക് അൺബോക്സിംഗ്. ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ ബേസ് വേരിയൻറ്റ് 8128 വില 29,999 രൂപയാണ്. ഡെഫിനറ്റ്ലി പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ വർഷത്തെക്കാളും ഡെഫിനറ്റ്ലി ഇൻക്രീസ് ആയിട്ടുണ്ട്. 3000 രൂപ കാർഡ് ഓഫർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 27,000 rupees നിങ്ങൾക്ക് ഇത് കിട്ടുന്നതാണ്. ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് 29,999 ആണ് ആക്ച്വൽ പ്രൈസിങ്. 26,999 നിങ്ങൾക്ക് കാർഡ് ഓഫറിൽ വെച്ച് കിട്ടും. ഇതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ UFS 2.2 ഉള്ളൂ, അതേപോലെ LPDDR 4X RAM പിന്നെ 45 watt ചാർജറെ ഇതിനകത്ത് കൊടുത്തുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു പോരായ്മ. പിന്നെ ആൻഡ്രോയിഡ് 16 ഇല്ല എന്നുള്ളത് മറ്റൊരു പോരായ്മയായിട്ട് വേണമെങ്കിൽ പറയാം.
അപ്പോൾ ഇതൊക്കെയാണ് റെഡ്മി നോട്ട് 15 പ്രോന്റെ വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഈ ഡിവൈസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.